കൈ നോക്കല്ലടേ. ചീട്ടറാ എത്തിയല്ലോ. എന്താ പെണ്ണുമ്പിള്ളേ അരി മേടിക്കാൻ തന്നു അതുകൊണ്ട് ഇരിക്കാൻ കൊള്ളാം. പണ്ടാരം വിശന്നിട്ടും വയ്യ. ജിജു നീ എന്താ രാവിലെ കഴിച്ചേ? ഒട്ടും കടലായിരുന്നടാ. അത് പിന്നെ അവന്റെ സ്വഭാവം പോലെ തന്നെ. അതെന്തോന്നാടേ? പുറകുന്ന് കുത്തിയില്ലേ ശീലം. എന്തോന്നാടേ ഇതിന്റെ അകത്ത് ഒറ്റ ജോക്കർ ഇല്ലല്ലോ. കഴുതകളിൽ എവിടെയാടാ കഴുത ജോക്കർ? അതിന് നിനക്ക് പ്രത്യേകിച്ച് ജോക്കറിന്റെ ആവശ്യമുണ്ടോടാ? എടാ നീ ഇന്നലെ സ്കൂട്ടറിൽ നിന്ന് വീണിട്ട് എന്താടാ? വീണിട്ട് എടാ ഇയാളെ പെങ്ങളെ കെട്ടിച്ചിരുമ്പോ എന്നോട് എന്നാ പറഞ്ഞെന്നറിയാമോ? എനിക്കൊരു വീഴ്ച ഉണ്ടായാലേ അവള് മേക്കപ്പ് ചെയ്തോളുന്ന്. ഇന്നലെ ഞാൻ വീണിറങ്ങുമ്പോഴേ ആ തെണ്ടി എന്നോട് പറയാ, ചേട്ടാ മേക്കപ്പ് സെറ്റ് തീർന്നു എന്ന്. കള്ള അളിയൻ. അതുകൊണ്ടല്ലടാ ഞാൻ പെണ്ണ് കേട്ടാത്തത്. അല്ലാതെ നിനക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. അളിയാ ഇവിടെ ഒരു പാമ്പെല്ലാം ഉണ്ടാവോ? നമ്മളെക്കാളും വലിയ പാമ്പ് ഇവിടെ കാണുമോ? ഇല്ല അളിയാ. എടാ ഇവിടെ പോലീസ് വല്ലതും വരുവോ? പോലീസ്? എടാ ഇതിന്റെ വില എന്നാന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാ. അതിന്റെ വില ആയിക്കോട്ടെ. അവിടെ ഒറ്റക്കുത്ത് 100 രൂപയ്ക്ക് കിട്ടുന്ന സാമാനം അവന്റെ വില പഠി. എന്റെ പൊന്നളിയാ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞതേ. ഇതിന്റെ വിലയാ രാഷ്ട്രീയത്തിന്റെ. നമ്മുടെ ഇവിടുത്തെ സ്ഥലവസ്ഥയെ എന്റെ സ്വന്തം ആളാ. ഓ നീ വലിയ പുള്ളിയാണല്ലേ. അറിയാ ഓടിക്കോ പോലീസ്. അളിയാ മുണ്ട് മുണ്ടാൻ സമയമില്ലാതെ ഇവിടുത്തെ പോലീസിനെ എനിക്ക് പരിചയം. ഓടിക്കോ.